ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഞാനും ഡോറയും ഇന്ന് ഒരാളുടെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. ഒരു സ്പെഷ്യൽ ആളുടെ വീട്ടിലാണ്. അപ്പോൾ നമ്മൾ കാണിച്ചു തരാം ആരാന്നുള്ളത്. നമ്മൾ ഈ ഒരാളെ കണ്ടിട്ട് ഒത്തിരി നാളായി നമ്മുടെ കൂടെ കണ്ടിട്ട്. അതെ അതെ, ഭയങ്കര വലിയ സെലിബ്രിറ്റി ഒക്കെയാണ് നമ്മൾ. പക്ഷേ ഞാനും ഗബ്രൂട്ടും ഒത്തിരി നാൾ കൂടി ഈ വീട്ടിലോട്ട് വരുന്നത്. കരുനാപ്പള്ളി ഓച്ചിറയിലൊക്കെ ഭയങ്കര വലിയ സെലിബ്രിറ്റിയാണ്. പിന്നെ നമ്മുടെ ആണെങ്കിൽ തഴവ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ഈ വ്യക്തി. അതെ അതെ, ഒരു ബിസിനസ് മാഗ്നറ്റ് ആണ് കേട്ടോ. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. ആ, സ്വന്തമായിട്ട് 2 നില വീട്, പിന്നെ സ്വന്തമായ ഒരു ഭാര്യയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ നമ്മളൊന്ന് കാണിച്ചു തരാവേ ആരാന്നുള്ളത്. ദേണ്ട ഒരു ബൈക്ക്, ഇതായിരിക്കുന്ന ഒരു ബൈക്ക്, ഇതായിരിക്കുന്ന ഒരു കാറ്, പിന്നെ ഇതായിരിക്കുന്ന അടുത്തൊരു ബൈക്ക്. സ്വന്തമായിട്ട് 3 ഭാര്യമാർ. വേണ്ട, പിന്നെ അവന്റെ സ്വന്തം ഭാര്യ എന്നല്ല. അപ്പൊ നമ്മൾ ഇന്ന് ഇങ്ങോട്ട് ഞങ്ങൾ കുറെ ദിവസം കൊണ്ട് വരണം എന്ന് വിചാരിക്കും. ക്ഷമിക്ക് വയ്യായിരുന്നു. അവൻ അതുകൊണ്ടാണ് അങ്ങോട്ടൊന്നും വരാതിരുന്നത്. വീഡിയോ എടുത്ത് എന്റെ കുറച്ച് പ്രോബ്ലംസ് കാരണം വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. അതിന്റെ കലിപ്പിലിരിക്കുകയാണ് മോശം. ഇല്ലായിരുന്നോ? വീഡിയോ ഓഫ് ആക്കി. എനിക്കും വയ്യായിരുന്നു. ഷെമി ഹായ് പറ. നീ എന്താടാ ഹോം ടൂർ എടുക്കാൻ? ഷെമി വരുമ്പോ ഹോം ടൂർ എടുക്കാൻ തുടങ്ങി. എന്തൊരു വൃത്തിയാക്കുള്ളത്. പെട്ടെന്ന് റെഡിയാ പോവാം. അപ്പൊ ഞങ്ങളൊന്ന് പുറത്തോട്ട് കേട്ടോ. അപ്പൊ കൂട്ടുകാരെ, ഞങ്ങൾ അങ്ങനെയാണ് നമ്മുടെ സ്വന്തം എവിടേക്കാണ് പോകുന്നത്? അഴീക്കൽ ബീച്ച്. അതെ, നമ്മുടെ സ്വന്തം അഴീക്കൽ ബീച്ചിലേക്ക് ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. എപ്പോഴും ഞങ്ങൾ മാത്രമാണ് പോകുന്ന വീഡിയോ കാണുന്നത്. അതെ, ഇവരെ 2 പേരും കൊണ്ട് പോകുന്ന വീഡിയോ ആരും കാണുന്നില്ല. അതുകൊണ്ട് വിചാരിച്ചിന്ന് ഷെമിയെ കൊണ്ടുവന്നിരുന്നു. ഷെമി പറയല്ലേ, ഷെമിക്ക് പോയില്ല. അശ്വതിക്ക് പറഞ്ഞ പിന്നെ അശ്വതിയെ ഒരു വട്ടേ കൊണ്ടുപോയിട്ടുള്ളു. അല്ല, അത് അശ്വതിയെ കാണിക്കാൻ പറ്റുന്നില്ലല്ലോ. ആ, ബിജോയും ഒക്കെ ആയിട്ട് കല്യാണം കഴിച്ച് വന്ന ഇടയ്ക്ക് അല്ലാതെ പോയിട്ടില്ല. അശ്വതി 2ാമത്തെ തവണയാണ് പോകുന്നത്. അതും നാസിയൊക്കെ ആയിട്ട് ആദ്യത്തെ തവണയാണ് പോകുന്നത്. അപ്പൊ നമുക്ക് അഴീക്കിൽ ചെന്നിട്ട് വിശേഷങ്ങൾ കാണാം കേട്ടോ. ഗബ്രൂട്ടൻ ഇങ്ങനെ അന്തം വിട്ടിരിക്കും. ഇവന്മാരിത് എവിടെ എന്നെ കൊണ്ടുപോകുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങളിങ്ങനെ ബീച്ചിലൊക്കെ എത്തിയിരുന്നു. ഞങ്ങളാണെങ്കിൽ ഇന്ന് കഴിക്കേണ്ട കാര്യങ്ങളും പിന്നെ അവിടെ ഒരു സ്പീഡ് ബോട്ട് പോകുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ട് വന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന സ്പീഡ് ബോട്ടിൽ പോകുന്ന കാര്യമൊക്കെ ഇരുന്നാണ് സംസാരിക്കുന്നത്. നാസി കുറച്ച് തന്നെയാണെങ്കിൽ ഊക്കുന്നൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സ്പീഡ് ബോട്ടിൽ പോകുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്ന കാര്യം പറയുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ സംഗതി എന്താണെന്ന് വിഷയമല്ലേ, നമ്മൾ അവിടെ വെച്ച് അതായത് ബീച്ച് വെച്ചെടുത്ത പല വീഡിയോസിനും വോയിസ് കിട്ടിയില്ല. അതാണ് പണിയായിപ്പോയി. എന്താ സംഗതി എന്നറിയാൻ വയ്യ. പക്ഷെ പല വീഡിയോസിനും വോയിസ് ഇല്ല. നാസി എന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഊക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഭാഗ്യം പോലെ എൻ്റെ ഭാഗ്യമാണോ അതോ നിങ്ങളുടെ ഭാഗ്യമാണോ എന്നെനിക്കറിയില്ല. വോയിസ് എന്തായാലും കിട്ടിയിട്ടില്ല. ആദ്യമായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ കണ്ട് അങ്ങനെ അഴീക്കിൽ വന്നു. കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളെല്ലാം നടത്തി. ഞങ്ങളിങ്ങനെ നമ്മൾ മുട്ട ബജിയും മുളക് ബജിയും ഐസ്ക്രീം കഴിച്ചില്ല. ഐസ്ക്രീം കഴിക്കാൻ വന്നത്. പക്ഷെ ഇപ്പൊ ഭയങ്കര സീന്. അവന്റെ താഴെ അടാറ് സീൻ ഇപ്പൊ അങ്ങ് കണ്ടില്ലേ. ഇപ്പൊ കുറച്ചു നേരം ഇവിടെ എല്ലാം ഞാൻ നടത്തിച്ചിട്ട് ഫോട്ടോസൊക്കെ കുറച്ച് എടുത്തു. വീഡിയോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മളെ ഗബ്രൂട്ടൻ്റെ കുപ്പി എടുക്കാനായിട്ട് മറന്നുപോയി. നാസിയുടെ വീട്ടിൽ എത്തിയതിന് ശേഷം നമ്മൾ അറിയുന്നത് ഹായ് നാസിയുടെ വീട്ടിൽ എത്തിയതിനു ശേഷം നമ്മൾ അറിയുന്നത് കുപ്പി എടുത്തില്ല എന്നുള്ളത്. ബീച്ചിലായതുകൊണ്ട് അറിയാവുന്നവരെല്ലാം വരുവാണ്. അപ്പോ ഇപ്പൊ എത്ര മണിയാടാ? 5:30 ആയി. ഇനി കുറച്ചു നേരം കൂടി നിന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകണം. അപ്പൊ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി അതെല്ലാം കഴിഞ്ഞ് ഐസ്ക്രീം. ഇതൊന്നും ഞാൻ മാത്രമാണ് എല്ലാം പറയുന്നത്, ബാക്കിയുള്ളവരാരൊന്നും മിണ്ടുന്നില്ല. അതുകൊണ്ടോ? അപ്പൊ നമുക്ക് കാണാവേ. ബ്ലൂബെറി ഐസ്ക്രീം വേണം. ഞാൻ കിട്ടത്തില്ല കേട്ടോ, അതിനപ്പോ തീർന്നു. ബ്ലൂബെറി ഉണ്ട്, ഇന്നുണ്ടാവും. നിങ്ങൾക്ക് 2 പേർക്കും ഇല്ല. ഇവക്കുള്ളത് ഇവനാ വാങ്ങിച്ചത്. തീർന്നു വന്നു. എല്ലാം തീർന്നു.
അപ്പോൾ കൂട്ടുകാരെ ഞങ്ങളാണെങ്കിൽ ഫുഡ് കഴിക്കാനായിട്ട് പോകട്ടോ. കുറേ ദിവസമായില്ലേ ഞങ്ങളെല്ലാവരും പുറത്തൊക്കെ പോയി ഫുഡ് കഴിച്ചിട്ട്. ഇപ്പം ഞാനും നാസിയും കൂടെ പുറത്ത് പോകുമ്പോൾ ഇടയ്ക്ക് പണ്ടൊക്കെ കഴിക്കായിരുന്നു. ഇപ്പം 2-3 മാസമായില്ലേ കഴിച്ചിട്ട് തന്നെ. 2-3 മാസം, 1.5 മാസം ഉണ്ട്. അതിന് നമ്മൾ ഇറങ്ങിയിട്ട് തന്നെ ഇപ്പം 2 മാസത്തിന് മേളായല്ലോ. ആലോചിച്ച് നോക്ക്. ആലോചിച്ച് നോക്ക്. 22-ാം തീയതി വരെ ആയിട്ടല്ലേ ഉള്ളൂ. 22-ാം തീയതി പോയി കഴിച്ചായിരുന്നോ? 22-ാം തീയതി അല്ല, 20-ാം തീയതിക്ക് മുമ്പേ കഴിച്ചത് നമ്മള്. എപ്പോൾ പോയി കഴിച്ച്? കഴിഞ്ഞ മാസം പുറത്തുനിന്ന് കഴിച്ചിട്ടുള്ളത്. എനിക്ക് ഓർമ്മയില്ല. നിനക്ക് മറവിയുടെ അസുഖം ഓർമ്മയില്ല. അപ്പം ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷം ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ഇതിനുവേടെ തള്ള് രാവിലെ പുട്ടുമെല്ലാം കുത്തിക്കയറ്റിട്ട് വന്നതിന് തള്ളുന്ന പോലെ ഇന്ന് തള്ളുന്നത്. അയ്യാ, കഷ്ടമായിപ്പോയി. അപ്പം നമ്മുടെ രാവിലെ പല്ല് വെച്ചില്ലെന്നല്ലേ പറഞ്ഞു. അപ്പം നമ്മുടെ ഷെമിയും ഡോറയാണെങ്കിൽ ബൺ പൊറോട്ട കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾ പോയി കഴിച്ചിട്ടുണ്ട്. അന്നേരം നമ്മൾ വിചാരിച്ച് അവിടെ പോയിട്ട് അവർക്കാണെങ്കിൽ ബൺ പൊറോട്ട മേടിച്ചു കൊടുക്കാൻ വിചാരിച്ചു. പാവങ്ങളല്ലേ, കഴിച്ചു പോട്ട്, കൊച്ചു പിള്ളേരല്ലേ. നമുക്ക് ആ ഒരു കരുണ നമ്മൾ കാണിക്കണമല്ലോ. അതുകൊണ്ട് കൊണ്ടുപോകാൻ വിചാരിച്ചു. ആ കരുണ അതുകൊണ്ട് കൊണ്ടുപോകാൻ വിചാരിച്ചു. പിന്നെ നാസിക്ക് വേണ്ടെന്ന് പറഞ്ഞു. നാസി അടുത്തിരിക്കുന്ന എന്തെങ്കിലും ഞങ്ങൾ കഴിച്ചതിൻ്റെ ബാക്കിയൊക്കെ നാസി കഴിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോകാൻ നാസിനെ അല്ലേടാ. എന്തുവാടാ ഞങ്ങൾ കഴിക്കുന്നതിൻ്റെ ബാക്കി പോരാ നിനക്ക്? അത് പിന്നെ